കല്യാണം കഴിക്കുന്ന പോലെയാണ് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു എക്സൈറ്റ്മെന്റിൽ പോയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കരുത്. ഒരു പാർട്ട്ണർഷിപ്പ് പരാജയപ്പെടുന്നതോടുകൂടി സൗഹൃദങ്ങളില്ലാതായി പോകുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ബന്ധത്തിൽ തന്നെ വിള്ളലേൽക്കും. എൻ്റെ അനിയനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, എൻ്റെ അച്ഛനായിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. ഞാൻ എൻ്റെ പാർട്ട്ണറെ എല്ലാം വിശ്വസിച്ച് അംഗീകരിപ്പിച്ചു. അങ്ങനെ ഒരു കാര്യമില്ല ബിസിനസ്സിൽ. ഫ്യൂച്ചർ മാത്രമല്ല ഒരു പാർട്ട്ണർഷിപ്പ് എടുക്കുമ്പോൾ നോക്കേണ്ടത്, പാസ്റ്റ് അല്ലെ പ്രസന്റ്. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം. ചിലപ്പോൾ ഒരു 4-5 ചേട്ടന്മാര് ചേർന്നിട്ടായിരിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത്. നാട്ടിലൊരു മന്തിക്കട. അങ്ങനെ തുടങ്ങുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിൻ്റെ അകത്ത് ഇവര് ഒരാളെ കണ്ടുകൊണ്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. കുറെ കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു തോട്ട് വരികയാണ്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ വലിയൊരു പങ്ക് അവർക്ക് ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും നമുക്ക് ദോഷം ചെയ്യുന്നതുമാണ്. ഹായ്, ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണം, ഒരു ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ തിളങ്ങണം, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കം കൈവരിക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മുടെ ജോലിയും നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ എപ്പോഴും നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ റൂത്ത്ലെസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ നിങ്ങൾ കേൾക്കേണ്ട ചില മറുപടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഹലോ സർ, വെൽക്കം. നമ്മൾ 4ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദ്യങ്ങളായി പലതും അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ചിലതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇനിയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കാത്തിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ചോദ്യങ്ങളായി തന്നെ തുടങ്ങാം. എപ്പോഴും നമ്മൾ പറയും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് സക്സസ് ആയി മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരാഗ്രഹം നമുക്കില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലായാലും GCC രാജ്യങ്ങളിലൊക്കെ ആയാലും ഈ പാർട്ട്ണർഷിപ്പുകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ബിസിനസ് രംഗത്ത്. പക്ഷേ അതേപോലെ തന്നെ എത്രത്തോളം ബിസിനസ്സുകൾ ഉണ്ടാവുന്നുണ്ടോ അതിനപ്പുറം ഈ പരാജയവും സംഭവിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അത് പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും, എന്തെല്ലാം ക്വാളിറ്റികൾ അയാൾക്ക് വേണം, അത്തരം ഒരാളെ കൂടെ കൂട്ടുമ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതാണ് ആദ്യ ചോദ്യം. തീർച്ചയായും. ഞാനും ഒരുപാട് ബിസിനസ് ചെയ്തതിൻ്റെ അകത്ത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഒരുപാട് പേരെ പഠിപ്പിക്കുന്നതിൻ്റെയും അനുഭവത്തിലാണ്. നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന പോലെയാണ് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കരുത്. കൃത്യമായിട്ട് നമ്മൾ അവരെക്കുറിച്ച് അറിഞ്ഞ് അത് നമുക്ക് മാച്ചാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ അകത്ത് എൻ്റെ കഴിവുകേട് എൻ്റെ പാർട്ട്ണറുടെ കഴിവായിരിക്കണം. ഞങ്ങൾ 2 പേർക്കും ഒരേ കഴിവാണ് എങ്കിൽ ഒരാൾ എപ്പോഴും യൂസ്ലെസ് ആയിരിക്കും. അപ്പം കമ്പനിയുടെ സ്ട്രെങ്ത് ഡബിൾ ആയിരിക്കും, പക്ഷേ കമ്പനിയുടെ വീക്ക്നെസ്സും അതേപോലെ തന്നെ ഡബിൾ ആയിരിക്കും. അപ്പം എൻ്റെ കുറവ് എന്താണോ ആ കുറവിനെ ശക്തി പകരാൻ പറ്റുന്ന ശക്തിയായിട്ടുള്ള ഒരാളായിരിക്കണം എൻ്റെ പാർട്ട്ണറായിട്ട് ബിസിനസ്സിൽ വരുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് 2 പേർക്ക് അറ്റ് എ ടൈം സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കും, അപ്പുറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ആൾ ഇരിപ്പുണ്ടായിരിക്കും. എന്ന് പറയുന്ന പോലെ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് വിഷനറി. അപ്പം ഇദ്ദേഹത്തിന് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, എത്ര സ്പീഡിൽ പോകണമെന്ന് നിർണ്ണയിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യുന്ന ആ മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ഒരാൾ വിഷനറിയും, അപ്പുറത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാലിൽ സ്റ്റിയറിങ് കയ്യിലില്ല, പക്ഷേ കാലിൽ ബ്രേക്ക് ഉണ്ടായിരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും വിഷനറി ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിപ്പോകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെയല്ല, ആ റൂട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്പീഡ് വേണ്ട, അല്ലെങ്കിൽ ഇത് ഒരു തെറ്റുണ്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കണം നമ്മുടെ സൈഡിലിരിക്കുന്നത്. 2 പേർക്ക് ഒരിക്കലും ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഒരാളുടെ പേര് വിഷനറി, അപ്പുറത്തിരുന്ന ആളുടെ പേര് ഇൻ്റഗ്രേറ്റർ. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. അതിന് എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും, എത്ര ആത്മബന്ധുവാണെങ്കിലും ശരി, എൻ്റെ അനിയനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, എൻ്റെ അച്ഛനായിക്കോട്ടെ, ആരുമായിട്ടാണെങ്കിലും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പാർട്ട്ണർഷിപ്പ് നമ്മൾ പേപ്പറിലേക്ക് എഗ്രിമെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കണം. എന്താണ് പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഓരോരുത്തരുടെ റോൾ ഇതിൻ്റെ അകത്ത്. ഇനി ഫണ്ട് അഡീഷണൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആരാണ് ഫണ്ടർ, ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്തും, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണ്. ഇനി അതല്ല, മുന്നോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണം എങ്കിൽ എന്താണ് എക്സിറ്റ് ക്ലോസ്,
എങ്ങനെയായിരിക്കും നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു പേപ്പറിലേക്ക് എത്തിച്ച് ഒരു എഗ്രിമെൻ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. പിന്നെ നമ്മളെപ്പോഴും ഈ മുന്നോട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ കാണുന്നതെല്ലാം അവരുടെ നല്ല മുഖമായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇവർ പ്രഷറിൽ എങ്ങനെയായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്. ഇപ്പോൾ റോഷ്നി ഇരിക്കുന്നു, റോഷ്നിക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം കംഫർട്ടബിളാണ്. റോഷ്നിക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ഈ ചിരി ആയിരിക്കത്തില്ല, ഈ രീതിയിലായിരിക്കത്തില്ല ആ സിറ്റുവേഷനെ മാനേജ് ചെയ്ത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇയാൾ എന്തായിരിക്കും ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കണം. സോ ഫ്യൂച്ചർ മാത്രമല്ല ഒരു പാർട്ട്ണർഷിപ്പ് എടുക്കുമ്പോൾ നോക്കേണ്ടത്, പാസ്റ്റ് അല്ലെ പ്രസൻറ്റ്. അതായത് ഇപ്പോൾ ഇയാൾ ഒന്നെങ്കിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ആ ജോലിയിൽ ഇയാൾ എങ്ങനെ, അവിടുത്തെ കമ്മിറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനു മുന്നേ ഇദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടായിരുന്നോ, എങ്കിൽ ആ പാർട്ട്നേഴ്സുമായിട്ട് എന്ത് സംഭവിച്ചു, എന്താണിപ്പോൾ അവരുടെ അവസ്ഥ, അങ്ങനെ മനസ്സിലാക്കി. ചില സമയങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ലത് നോ പാർട്ട്ണറാണ്. ഒരു റോങ് പാർട്ട്ണറേക്കാൾ നല്ലത് നോ പാർട്ട്. ഒരു നോ പാർട്ട്ണർ. ഇപ്പം ഈ ഡിവോഴ്സായി നിൽക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താ അങ്ങനെ ഒരു കല്യാണമേ വേണ്ടായിരുന്നു, എൻ്റെ ജീവിതം വെറുതെ അത്രയും നാൾ കളഞ്ഞു എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു പക്ഷേങ്കിൽ നമുക്ക് ചിലത് തിരുത്താൻ പറ്റാത്ത തെറ്റുകളായി പോകും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത്. ഒരാൾ ആ ഡ്രൈവർ സീറ്റിലും ഒരാൾ ഇപ്പുറത്ത് ദിശ കാണിച്ചു തരാനായിട്ടും ഇരിക്കുന്ന രീതിയിൽ, നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ. അപ്പം ഒരാൾ വിഷൻ സെറ്റ് ചെയ്യുന്നു, ഒരാൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുന്ന ഒരു പാർട്ട്ണർഷിപ്പായിരിക്കും എപ്പോഴും നല്ല. ഞാനിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടറിൻ്റെ നിങ്ങളുടെ ആൻറ്റോ സാറുമായിട്ടൊക്കെ ഇരുന്നപ്പോഴും ഞാൻ ചോദിച്ചതാണ്, എങ്ങനെയാണ് നിങ്ങൾ 3 ചേട്ടനനിയന്മാരുടെ ഇടയിൽ ഈ ഒരു ഐക്യം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ഒരു, അവിടെയും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ചില റൂൾസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നാൾ ഇന്നത് ചെയ്യും, അടുത്ത ആൾ ഇന്നത് ചെയ്യും. അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടത്തില്ല. അതിൻ്റെ അകത്തൊരു സോൾ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ആലോചിച്ച് 3 പേർക്കും കൂടെ ഒരേ തീരുമാനത്തോടു കൂടിയായിരിക്കും നടപ്പാക്കുന്നത്. അപ്പം എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ സ്കില്ല് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോരുത്തർക്കും റൂൾസ് കൊണ്ടുവരിക. അതിൻ്റെ അകത്ത് മറ്റൊരാൾ ഇടപെടാതിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഒരു കല്യാണം പോലെ തന്നെ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി പോകുന്ന പോലെ തന്നെ ചില കാര്യങ്ങളിൽ അവരായിരിക്കും മിടുക്കർ, അപ്പം നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ചില കാര്യങ്ങളിൽ നമ്മളായിരിക്കും മിടുക്കർ, മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഈ ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഒരു റിയൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. ഇപ്പോൾ ഈ പാർട്ട്ണർഷിപ്പുകൾ പരാജയപ്പെടുന്നത് പലതരം കാരണങ്ങളിലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് പരാജയപ്പെടുന്നതോടുകൂടി സൗഹൃദങ്ങളില്ലാതായി പോകുന്നവരുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചേട്ടനെയോ അനിയനെയോ അച്ഛനെയോ ആരെയാണോ കൂടെ കൂട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ ആ ബന്ധത്തിൽ തന്നെ വിള്ളലേൽക്കും. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളതിന് ഓരോ ഘടകങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മളെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണക്കുകളിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യുന്ന രീതിയെ ഇഷ്ടപ്പെടാതിരിക്കുന്നു, പല കാരണങ്ങളാകാം. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ഇല്ലാതായി പോകുന്ന ഘടകങ്ങൾ എന്തായിരിക്കും? അപ്പോൾ നമ്മളെ ഒരാൾ വഞ്ചിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ ബിസിനസ്സിൽ ഒരിക്കലും ഒന്നും നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് വരാൻ പാടില്ല. എല്ലാം നമ്മളതിൻ്റെ എക്സ്ട്രീം കണ്ടിരിക്കുക. അതായത് നമുക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസം വേണം, അതേ സമയത്ത് തന്നെ നമ്മൾ നെഗറ്റീവ് പ്രിപ്പറേഷൻസ് എടുത്തിരിക്കണം. നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം. അപ്പം ഈ ബിസിനസ്സിൻ്റെ അകത്തെ ചതി എന്ന് പറയുന്നത് എപ്പോഴും ഈ കണക്കിൻ്റെ അകത്താണ്. കണക്കിലാണല്ലോ ചതി വരുന്നത്. കൃത്യമായ രീതിയിൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തെ കണക്കുകൾ സുതാര്യമാണ് എങ്കിൽ ഈ പറയുന്ന ഒരു ചതിയും അതിൻ്റെ അകത്ത് നടക്കില്ല. ചതി മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തിരുത്തലുകൾ അതിൻ്റെ അകത്ത് വേണ്ടി വരികയാണെങ്കിൽ പോലും എല്ലാ ആഴ്ചയിലും നമുക്കത് ചെയ്യാൻ പറ്റും. സോ കണക്ക് കൃത്യമായി നോക്കാത്ത പാർട്ട്നേഴ്സ്, അതിനെ നമുക്ക് അമിത വിശ്വാസം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് മണ്ടത്തരമാണ്. ഞാൻ എൻ്റെ പാർട്ട്ണറെ എല്ലാം വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിച്ചു, അങ്ങനെ ഒരു കാര്യമില്ല ബിസിനസ്സിൽ. ബിസിനസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ്, അത് വേറൊരു എൻറ്റിറ്റി തന്നെയാണ്. നമ്മളിപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം സുതാര്യമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കണക്കിൽ കൂടിയാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരിക്കുക, അതെല്ലാ ആഴ്ചയിലും
എല്ലാ മാസത്തിലും, എല്ലാ ക്വാർട്ടറിലും, എല്ലാ ഹാഫ് ഇയറിലും, എല്ലാ ഇയറിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായി ചെക്ക് ചെയ്ത് രണ്ടുപേർക്കും ഓക്കെ ആണല്ലോ, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ ആ പാർട്ട്നേഴ്സിൻ്റെ ആ ബോർഡ് മീറ്റിങ്ങിൽ വെച്ച് അത് എല്ലാം കാര്യങ്ങൾ ക്ലിയറാക്കി മാറ്റുക. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചതി നടക്കുന്നുണ്ട് എങ്കിൽ പറ്റിക്കാനായിട്ട് കുറച്ച് പേര് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്തും ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ആ ഒരു നെഗറ്റീവ് പ്രിപ്പറേഷനോട് കൂടി നിൽക്കുക. പിന്നെ ഈ മാൻ വാച്ചിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്, മാൻ വാച്ചിങ്, മനുഷ്യനെ ഒബ്സർവ് ചെയ്യുന്ന സ്കിൽ. അപ്പം ഇതൊക്കെ നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമ്മളെ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അവസരം കൊടുത്തിട്ടാണ്. അപ്പം നമ്മളെ അങ്ങനെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ കൂടി നമുക്കത് അറിയാൻ പറ്റും. അത് അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതാത് സമയത്ത് അത് പരിഹരിക്കുകയാണെങ്കിൽ എത്രയും വലിയൊരു നിരാശയിലേക്കൊന്നും പോകേണ്ടി വരത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ അവസാനം അടിയായി ഇടിയായി കേസായി. മൊത്തത്തിൽ പ്രശ്നമായിട്ട് പലരും നിയമപരമായൊക്കെ പോയ പല അനുഭവങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതിലേക്കൊക്കെ എത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എഗ്രിമെൻറ്റ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു കോടതിയിൽ ചെല്ലുന്നു, അല്ലെ സ്റ്റേഷനിൽ ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ എല്ലാം വേണ്ടത് ഡോക്യുമെൻറ്റ്സ് ആണ്. ഈ വാക്കാൽ പറയുന്നതോ അല്ലെങ്കിൽ സൗഹൃദത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അവിടെ ഒരു പ്രൂഫല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എത്ര വലിയ അടുത്ത സുഹൃത്തായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. ഒരു രീതിയിലും ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാതെ നിങ്ങൾ ബിസിനസ് ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങരുത്, മുന്നോട്ട് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പ്രോഫിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ. നഷ്ടത്തിലാണെങ്കിൽ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്, ലാഭം കിട്ടിത്തുടങ്ങി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ബിസിനസ്സിന് ആശയം ആ ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എഗ്രിമെൻ്റ് ആക്കുക, പേപ്പറിലേക്ക് കൊണ്ടുവരാം. അതാത് സമയത്ത് ഏതൊക്കെ സമയത്ത് അതിനെ മാറ്റണോ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തണോ അത് തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഈ സിനിമയിൽ പറയുന്ന പോലെ ഇതാണ് ആ രേഖ എന്ന് പറയുന്നു, പക്ഷെ അതല്ല, യഥാർത്ഥ രേഖ വേണം അല്ലേ? തീർച്ചയായും. ഈ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഈ കാലത്ത് എനിക്ക് തോന്നുന്നു പാർട്ട്ണർഷിപ്പിലേക്ക് കിടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് നാട്ടില് എല്ലാ സ്റ്റോപ്പിലും എന്ന് പറഞ്ഞ പോലെ കാണുന്നതാണ് മന്തിക്കട അല്ലെങ്കിൽ ബിരിയാണിക്കട. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇനി എന്ത് കുഞ്ഞു ബിസിനസ് ആവട്ടെ, അതിന് ഒരുപാട് പാർട്ട്നേഴ്സ് വരുന്നൊരു രീതി ഇപ്പോൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു 4-5 ചേട്ടന്മാർ ചേർന്നിട്ടായിരിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത്, ഒരു നാട്ടിലൊരു മന്തിക്കട. അങ്ങനെ തുടങ്ങുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ വമ്പൻ ബിസിനസ്സുകൾക്ക് മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകളുടെ പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ അത് 1-2 പേരല്ല, 3-4-5 പേര് വരുമ്പോൾ അവർ തമ്മിലുള്ളൊരു വിശ്വാസ്യത അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ സക്സസ് ആവാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഇപ്പോൾ 4-5 പേരുണ്ടെങ്കിൽ 4-5 പേർക്കും 5 തോട്ട്സ് ഉണ്ടാവും. ഇതെങ്ങനെയായിരിക്കും ഇത് നന്നായി മാനേജ് ചെയ്യാൻ? നമ്മളിത് ഈ പ്രവാസികളുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, നമുക്കൊരു അവിടെ മിക്കതും ഒന്നെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രോസറി സ്റ്റോർ, അങ്ങനെ പല 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 ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മെച്ചം പിടിക്കുന്ന പൈസ ഷെയർ ഇട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ബിസിനസ് എന്ന രൂപത്തിൽ ഇറങ്ങാറുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സ്റ്റുഡൻസ് കുറച്ച് പേരുണ്ട് അങ്ങനെ. അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഇവർ ഒരാളെ കണ്ടുകൊണ്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. ഓക്കെ, ആ ഒരാളെന്ന് പറയുന്നത് ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു ഇവരുടെ സൗഹൃദത്തിൽപ്പെട്ട ആളാകാം, അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഒരാളാകാം. അയാളായിരിക്കും ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ആൾ. റിയൽ ഫ്ലോറിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആൾ അദ്ദേഹവും. ബാക്കി എല്ലാവരും ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിന്ന് ചെയ്യുന്ന ആൾ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് ഇത് സക്സസ്ഫുൾ ആകുകയാണ് എങ്കിൽ കുറേ കഴിയുമ്പോൾ അദ്ദേഹത്തിനൊരു തോട്ട് വരികയാണ്, അന്ന് ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ വലിയൊരു പങ്ക് അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇയാളുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത് ഈ റിയൽ വ്യക്തിയാണ്, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതായത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ, അവന് ഫാമിലി ഉള്ളതാണ്, അയാൾക്ക് ജീവിക്കേണ്ടതാണ്. നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനേക്കാൾ ഒരു പങ്ക് കൂടുതൽ എപ്പോഴും അയാൾക്ക് കിട്ടുന്നു എന്നുള്ള തോന്നൽ അവിടെ കൊണ്ടുവരണം. അതായത് അയാൾക്ക് കിട്ടുക തന്നെ വേണം. അത് കൃത്യമായി അയാൾക്ക് കൊടുക്കാനും അയാൾക്ക് എപ്പോഴും ഒരു സേഫ്റ്റി
ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ കൊടുക്കാൻ പറ്റും. ഒരു മാസം ബിസിനസ് ഡൗൺ ആണ്, കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അയാളുടെ കാര്യങ്ങൾക്കൊന്നും കുറവ് വരുത്താതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആ ബിസിനസ്സിനെ ടേക്കപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ ഒരു ഇൻവെസ്റ്ററായിട്ട് കയ്യും കെട്ടി മാറിയിരിക്കുകയാണ്, എനിക്ക് കിട്ടുന്നതെല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ഈ ചെയ്യാൻ പോകുന്ന ആൾ ഒരിക്കലും ഈ 50% എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഒരു ഷെയറും വേറൊരാൾക്കും കൊടുക്കരുത്. മിനിമം ഒരു ഷെയർ എപ്പോഴും നമ്മുടെ കയ്യിൽ. ഇപ്പം കണ്ടുവരുന്ന ഒരു സംഭവം, ഇപ്പം 4 പേര് ചേർന്ന് ചെയ്യുന്നു, 4 പേരും 25 4 പേർക്കും, എന്നിട്ട് ഒരാളാണിത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചെയ്യുന്ന ആളിന് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. കുറച്ചങ്ങോട്ട് കഴിയും തോറും ഇയാൾക്ക് അങ്ങ് കുറ്റബോധം വരും. അന്ന് ഞാനൊരു മണ്ടൻ തീരുമാനം എടുത്തു, അന്ന് ഞാനങ്ങ് സമ്മതിച്ചു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള തോന്നൽ. എൻ്റെ ഈ ട്രെയിനിങ് 2018 ഞാൻ അന്ന് ദ സെയിൽസ്മാൻ എന്നായിരുന്നു ഞാൻ സെയിൽസ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത്. അന്ന് 2 പേര് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നു. 2 പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഒരുപാട് കടവും ബാധ്യതയൊക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് അവർ ഓഫർ ചെയ്തത് 30 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ അതിന് പകരം കൊടുക്കാനിരുന്നത് ഒരു 30% ഷെയർ. എൻ്റെ കമ്പനിയുടെ 30% ഷെയർ ഞാൻ 2 പേർക്കൂടെ കൊടുക്കുന്നു. അവർ 30 ലക്ഷം രൂപ എനിക്ക് തരുന്നു. അപ്പോൾ എനിക്കത് വലിയ എമൗണ്ടാണ്. ഞാനന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് എൻ്റെ അത്യാവശ്യ പ്രശ്നങ്ങളൊക്കെ നാളെ തീരാൻ പോവാണ്, ഞാനിതുകൊണ്ട് നാളെ എനിക്ക് 30 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ചോദിച്ചാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു തൊട്ട് 30% ഷെയർ കൊടുത്തു. കുറച്ച് നേരം ഒന്നും മിണ്ടായിരുന്നിട്ട് എന്നോട് ഒന്നേ ചോദിച്ചോളൂ, നിനക്ക് 2 കിഡ്നി ഇല്ലേ, 1 കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം എനിക്കത് മനസ്സിലായില്ല. അവൻ ഫോൺ കട്ട് ചെയ്തിട്ടങ്ങ് പോയി. രാത്രി മുഴുവൻ ഞാനിരുന്ന് ആലോചിച്ചു. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കുരുക്കുണ്ട്, അല്ലെങ്കിൽ എവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ 2 പേരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം എനിക്കിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും വേണം, എനിക്ക് ഒരു 6 മന്ത്സിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാനൊന്ന് നോക്കട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സമയം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. റോഷ്നി, ഇന്ന് ഞാനിപ്പം ചിന്തിക്കുകയാണ്, അന്ന് ഞാൻ ആ 30% ഷെയർ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനതിന് കൊടുക്കേണ്ടി വരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ എനിക്ക് സഹിക്കില്ലായിരുന്നു, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് ആ 30 ലക്ഷം രൂപ വലിയ എമൗണ്ട് ആണെങ്കിലും ഇന്ന് ഒരു പക്ഷേങ്കിൽ ഞാൻ അവർക്ക് ഒരു മാസം അതിൽ കൂടുതൽ ലാഭം കൊടുക്കുന്നുണ്ടാവും. ആ സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പക്ഷേങ്കിൽ അങ്ങനെ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് എൻ്റെ ബിസിനസ്സിനെ നോക്കി കാണില്ല. കാരണം ഇത് അവരുടെയും കൂടാണ്, ഇത് എൻ്റേത് മാത്രമല്ല. എൻ്റേതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയും കാര്യഗൗരവത്തോടു കൂടി അതിനെ കാണുന്നത്. അവരുടെയും കൂടെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, എന്നാൽ അവരും കൂടി ഇട്ട് ചെയ്യട്ടെ എന്നും പറയും. ഒരിക്കലും നമുക്ക് ഇത്രയും വളരാൻ പറ്റില്ലായിരുന്നു. സോ അന്നത്തെ സാഹചര്യം നോക്കിയിട്ടല്ല നമ്മൾ ഈ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫ്യൂച്ചർ നോക്കണം, ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പാർട്ട്ണർഷിപ്പിലേക്ക് ഇറങ്ങുന്നതിന് ഇതിനു മുന്നേ പാർട്ട്ണർഷിപ്പ് ചെയ്ത് പണി കിട്ടിയിട്ടുള്ള ആളുകളെ നിങ്ങൾ പോയി കാണണം, കണ്ടിട്ട് ചോദിക്കണം ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ആ അനുഭവങ്ങളും കൂടെ വെച്ചിട്ട് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കണം, പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ചില റൂൾസ് ഉണ്ടാക്കണം. ആ റൂൾസ് കൃത്യമായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകും. ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും നമുക്ക് ദോഷം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം വരുന്നത്, നമ്മൾ നമ്മുടെ സ്റ്റാഫിൻ്റെ അകത്തെ നല്ല പെർഫോമേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഷെയർ ഇവർക്ക് കൊടുത്താൽ ഇവർക്ക് കുറച്ചുകൂടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും, കുറച്ചുകൂടെ എൻ്റേതെന്നും പറഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫിനെ പിടിച്ച് പാർട്ട്ണറാക്കും. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം സ്റ്റാഫിന് ഒരിക്കലും കമ്പനി ഷെയർ കൊടുക്കരുത്. അല്ലെങ്കിൽ അത് നമ്മുടെ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് പോലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലൊക്കെ. ഒരു സാധാരണ കമ്പനിയിൽ നമ്മൾ ഒരിക്കലും എംപ്ലോയീസിന് കമ്പനി ഷെയർ കൊടുക്കരുത്. അവർക്ക് റവന്യൂ ഷെയറോ പ്രോഫിറ്റ് ഷെയറോ ഇൻസെൻറ്റീവ്സോ മറ്റേത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ കമ്മീഷനായിട്ട് അവർക്ക് കൊടുത്തോളൂ. കമ്പനി ഷെയർ ഒരു കാരണവശാലും അവർക്ക് കൊടുക്കാതിരിക്കുക. ഇനി ആർക്ക് എന്ത് ഷെയർ കൊടുത്തെന്ന് പറഞ്ഞാലും
നമുക്കൊരു ലീഗലി പ്രൊട്ടക്റ്റഡ് ആകണം എങ്കിൽ യു ഹാവ് ടു ഹോൾഡ് മിനിമം 76%. കമ്പനിയുടെ 76% ഷെയർ എൻ്റെ കയ്യിലായിരിക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു അബ്സല്യൂട്ട് ഓണർഷിപ്പ് എടുക്കാൻ പറ്റൂ. 51% ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് മിനിമം ഒരു 75+% ഷെയർ കമ്പനിയിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ആ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ വലിയ എമൗണ്ട് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 30 ലക്ഷത്തിന് ഞാൻ 30% കൊടുക്കാൻ പോയത്. ഈ ശരിക്കും എൻ്റെ കമ്പനിയുടെ റിയൽ വാല്യുവേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്തും കൂടെ നോക്കിയിട്ടുള്ള വാല്യുവേഷൻ ഇടുകയാണെങ്കിൽ 30 ലക്ഷത്തിന് ചിലപ്പോൾ 2 ഷെയർ ആയിരിക്കും കൊടുക്കേണ്ടത്, 2% ആയിരിക്കണം കൊടുക്കുന്നത്. പക്ഷേ അതിന് പകരം ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് 30% എടുത്ത് കൊടുക്കും. ഇപ്പം നമ്മൾ കാണുന്ന 80% വരെ കൊടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. വലിയ മണ്ടത്തരമാണ് അവർ കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് നശിച്ചു പോകാനേ അതിന് കാരണമാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും, ഞാൻ വെറുതെ പറഞ്ഞു പോവുകയാണ്, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചകൾ തന്നെ ഒരു ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുക. അത് ഈ പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇപ്പൊ പകുതിയുടെ അടുത്ത് പോലും അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ് തീർച്ചയായിട്ടും. കേരളത്തിൽ. ഇപ്പം തന്നെ ആ വിഴിഞ്ഞത്തിൻ്റെ ചർച്ച വരുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഈ ഒരു എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ടാണ്. ആ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ട്, നിങ്ങളുടെ ഷെയർ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തിരിക്കണം എന്നൊരു ക്ലോസ് അതിൻ്റെ അകത്ത് എഗ്രിമെൻറ്റിൽ എഴുതിയത് കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ചർച്ചയ്ക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടേ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റൂ എന്നവർക്ക് പറയാൻ പറ്റുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്, രേഖപ്പെടുത്തി രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൈൻ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം. ആരോട് ചോദിക്കാണ്? അത് അന്നത്തെ മുഖ്യമന്ത്രിയും അദാനി ഗ്രൂപ്പും കൂടെ വാക്കാലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതല്ല മുഖ്യമന്ത്രി, ഇന്ന് അതല്ല ഗവൺമെൻറ്, ഇന്ന് അതല്ല രീതി. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ. വിഴിഞ്ഞത്തെ ഒരു എക്സാമ്പിളായി കണ്ടുകൊണ്ട് വേണം. നമ്മളായിരുന്നു ഗവൺമെൻറ് എങ്കിൽ, നമ്മളും അദാനിയായിട്ടായിരുന്നു പാർട്ട്ണർഷിപ്പ് എങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ? ഇങ്ങനെ ഒരു കാര്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേനെ? തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു പാഠമാണ്. അതിപ്പോ അദാനിയാണെങ്കിലും നാട്ടിൽ നമ്മുടെ ഒരു മന്തിക്കട തുടങ്ങാൻ പോകുന്ന കുറച്ച് ചേട്ടന്മാരാണെങ്കിലും ഓഹരി കൈമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും പാർട്ട്ണർഷിപ്പിൽ അത്രത്തോളം ശ്രദ്ധ വേണം. തീർച്ചയായും. അപ്പോൾ റൂത്ത്ലെസ്സിൽ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം മറുപടികൾ നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കും. ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ഓരോ ചോദ്യങ്ങൾക്കും മറുപടികൾ നൽകും. നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ നമ്മളൊരു നമ്പർ പറയുകയാണ്. അതിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്പർ ഒന്ന് കുറിച്ചെടുത്തോളൂ. അതിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ചോദ്യങ്ങൾ അയയ്ക്കുക. അതിന് നമ്മൾ മറുപടികളുമായി അടുത്ത എപ്പിസോഡുകളിൽ എത്തുന്നതായിരിക്കും. ഇതാണ് നമ്പർ 9207900800. ഒരിക്കൽ കൂടി പറയാം, 9207900800. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ അയച്ചോളൂ.